ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു നോളജ് സെന്റർ. നമ്മുടെ ഇന്നത്തെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ക്ലാസ്സിൽ നമ്മൾ 109/2025 ക്വസ്റ്റ്യൻ പേപ്പർ ആണ് ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ നമ്മുടെ ഈ ഒരു സീരീസ് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും കമന്റ് ചെയ്യുക കേട്ടോ. ഓക്കെ, നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് നോക്കി പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഉണ്ണിയാടി ചരിതം എഴുതിയത് ആരാണ്? ഉണ്ണിയാടി ചരിതം എഴുതിയത് ആരാണെന്നാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഏതാണ് ആൻസർ? ഓപ്ഷൻ ബി ദോമോദര ചാക്യാറാണ് കേട്ടോ. ദോമോദര ചാക്യാറാണ് ഉണ്ണിയാടി ചരിതം എഴുതിയത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ബഹിഷ്കൃത് ഭാരത് എന്ന ജേണൽ ആരംഭിച്ചത് ആരാണ്? ബഹിഷ്കൃത് ഭാരത് എന്ന ജേണൽ ആരംഭിച്ചത് ആരാണ്? ആരാണ്? ഓപ്ഷൻ എ ആണ്, ബി ആർ അംബേദ്കർ രചിച്ചിട്ടുള്ളതാണ് എന്ത് ബഹിഷ്കൃത് ഭാരത് എന്ന ജേണൽ. ആരാണ് ആരംഭിച്ചത്? ബി ആർ അംബേദ്കർ ആണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, വിപ്ലവ കാലത്ത് ബോൾഷെവിക്കുകളുടെ പ്രധാന മുദ്രാവാക്യം എന്തായിരുന്നു? ബോൾഷെവിക്കുകളുടെ പ്രധാന മുദ്രാവാക്യം എന്തായിരുന്നു? ഓപ്ഷൻ സി ആണ്, സമാധാനം ഭൂമി അപ്പം എന്നുള്ളതായിരുന്നു കേട്ടോ. ഓക്കെ, റഷ്യൻ വിപ്ലവമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ് ബോൾഷെവിക്കുകൾ മെൻഷെവിക്കുകൾ നമുക്കറിയാം. അതിന്റെ മുദ്രാവാക്യമാണ് എന്ത്? സമാധാനം ഭൂമി അപ്പം. അടുത്ത ക്വസ്റ്റ്യൻ, ദേശീയ സുരക്ഷാ സേന NSG ഏത് കേന്ദ്ര മന്ത്രാലയത്തിന് കീഴിലാണ് പ്രവർത്തിക്കുന്നത്? ദേശീയ സുരക്ഷാ സേന അല്ലെങ്കിൽ NSG ഏത് കേന്ദ്ര മന്ത്രാലയത്തിന് കീഴിലാണ് പ്രവർത്തിക്കുന്നത്? ഏതാണ്? ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിലാണ് NSG പ്രവർത്തിക്കുന്നത് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ പറയുന്ന ഏത് മർദ്ദ വലയത്തിലാണ് ശാന്തമായ വായു ചലനങ്ങളുള്ള പ്രദേശമായ ഡോൾഡ്രംസ് കാണപ്പെടുന്നത്? ഡോൾഡ്രംസ് കാണപ്പെടുന്നത് ഏത് മർദ്ദ വലയത്തിലാണെന്നാണ്? ഏതാണ്? ഭൂമധ്യരേഖ താഴ്ന്ന മർദ്ദവലയത്തിലാണ് കേട്ടോ. ഭൂമധ്യരേഖ താഴ്ന്ന മർദ്ദവലയത്തിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്ന നദികൾ പരിഗണിക്കുക. ഇതിൽ വിള്ളൽ താഴ്വരയിൽ ഒഴുകുന്ന നദികൾ തിരഞ്ഞെടുക്കാനാണ് കേട്ടോ. വിള്ളൽ താഴ്വരയിൽ ഒഴുകുന്ന നദികൾ ഇതിൽ തിരഞ്ഞെടുക്കാനാണ് കേട്ടോ. ഓക്കെ, നാല് നദികളാണ് തന്നിട്ടുള്ളത്. ഇതിൽ വിള്ളൽ താഴ്വരയിൽ ഒഴുകുന്ന നദികൾ തിരഞ്ഞെടുക്കുക എന്നാണ്. ഓക്കെ, ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്, അതായത് 2, 3 എന്നാണ് കേട്ടോ. ഏതൊക്കെ? താപ്തി നദിയും അതുപോലെ നർമ്മദ നദിയുമാണ് വിള്ളൽ താഴ്വരയിൽ ഒഴുകുന്ന നദികൾ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ കേരളത്തിലെ ഏറ്റവും പുരാതന ജലസേചന പദ്ധതി ഏതെന്നാണ് കേട്ടോ. ഇതിന് ശരിക്കുള്ള ആൻസർ പോത്തുണ്ടി പദ്ധതിയാണ്. പക്ഷെ ഇതിന് ആൻസർ ആയിട്ട് കൊടുത്തത് PG ജലസേചന പദ്ധതി എന്നായിരുന്നു പ്രൊവിഷണൽ ആൻസർ കീ ആൻസർ ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇതിന് ഫൈനൽ ആൻസർ കീ വന്നപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ തന്നെ ഡിലീറ്റ് ചെയ്യാൻ ചെയ്തിട്ടുള്ളത് കേട്ടോ. ശരിക്കുള്ള ആൻസർ പോത്തുണ്ടി പദ്ധതി എന്നുള്ളതാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ബഹിരാകാശ യാത്രികനായ ശുഭാൻശു ശുക്ലയെ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് കൊണ്ടുവന്ന ബഹിരാകാശ ദൗത്യം ഏതെന്നാണ് കേട്ടോ. ശുഭാൻശു ശുക്ലയെ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് കൊണ്ടുവന്ന ബഹിരാകാശ ദൗത്യം ഏതെന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ. എന്താണ് ആൻസർ വരുന്നത്? ആക്സിയം ദൗത്യം 4 ആണ് കേട്ടോ. ആക്സിയം ദൗത്യം 4 ആണ്. അടുത്തത്, പഞ്ചവത്സര പദ്ധതിയും അതിന്റെ ലക്ഷ്യവും തമ്മിൽ ശരിയായ പൊരുത്തമില്ലാത്തത് താഴെ തന്നവയിൽ ഏതാണ്? ഇതിൽ ശരിയായ പൊരുത്തമില്ലാത്തത് താഴെ തന്നവയിൽ ഏതാണെന്നാണ് ചോദിച്ചു കേട്ടോ. ഓക്കെ, ഏതാണ് ആൻസർ എന്നത്? ഓപ്ഷൻ എ ആണ്, അതായത് 10ാം പദ്ധതി, വേഗതയേറിയതും കൂടുതൽ ഉൾക്കൊള്ളുന്നതുമായ വളർച്ച എന്നുള്ളതാണ് എന്താണ് പൊരുത്തമില്ലാത്തത് കേട്ടോ, തെറ്റായിട്ടുള്ളത്. ബാക്കിയുള്ളതൊക്കെ നമുക്ക് പഠിക്കാനുള്ളതാണ്. 8ാം പദ്ധതി എന്താ? സാമ്പത്തിക പരിഷ്കാരങ്ങളും സ്ഥിരതയും കൈവരിക്കാനായിരുന്നു. 12ാം പദ്ധതി വേഗതയേറിയതും സുസ്ഥിരവും കൂടുതൽ ഉൾക്കൊള്ളുന്നതുമായ വളർച്ച. 9ാം പദ്ധതി സാമൂഹിക നീതിയും സമത്വമുള്ള വളർച്ച. 10ാം പദ്ധതി എന്താണ്? 10ാം പദ്ധതിയിലാണ് തെറ്റുള്ളത്. ഓക്കെ, അപ്പൊ 10ാമത്തെ പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം എന്തായിരുന്നു? പ്രതിശീർഷ വരുമാനം ഇരട്ടിയാക്കുക, അതുപോലെ ദാരിദ്ര്യം കുറയ്ക്കുക എന്നൊക്കെയായിരുന്നു കേട്ടോ. പ്രതിശീർഷ വരുമാനം ഇരട്ടിയാക്കുക, അതുപോലെ ദാരിദ്ര്യം കുറയ്ക്കുക എന്നൊക്കെയായിരുന്നു ഈ ഒരു 10ാം പദ്ധതിയുടെ ലക്ഷ്യം. ഇത് പഠിക്കണം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ഏതാണ് മുൻകാല ആസൂത്രണ കമ്മീഷന്റെ പങ്കിൽ നിന്ന് നീതി ആയോഗിന്റെ പങ്കിനെ ശരിയായി വേർതിരിക്കുന്നത് കേട്ടോ. താഴെ പറയുന്നവയിൽ ഏതാണ് മുൻകാല ആസൂത്രണ കമ്മീഷന്റെ പങ്കിൽ നിന്ന് നീതി ആയോഗിന്റെ പങ്കിനെ ശരിയായി വേർതിരിക്കുന്നത് ഏതാണെന്നാണ്. ഓക്കെ, ഓപ്ഷൻ ബി ആണ്, സഹകരണ ഫെഡറലിസത്തിന് ഊന്നൽ നൽകിക്കൊണ്ട് താഴെത്തട്ടിൽ നിന്നുള്ള ആസൂത്രണ സമീപനമാണ് നീതി ആയോഗ് പിന്തുടരുന്നത്. അതേസമയം ആസൂത്രണ കമ്മീഷൻ മുകളിൽ നിന്ന് താഴേക്ക് പോകുന്ന ഒരു മാതൃകയാണ് പിന്തുടരുന്നത്. സഹകരണ ഫെഡറലിസത്തിന് ഊന്നൽ നൽകിക്കൊണ്ട് താഴെത്തട്ടിൽ നിന്നുള്ള ആസൂത്രണ സമീപനമാണ് നീതി ആയോഗ് പിന്തുടരുന്നത്. എന്നാൽ എന്താണ്? ആസൂത്രണ കമ്മീഷൻ മുകളിൽ നിന്ന് താഴേക്ക് പോകുന്ന ഒരു മാതൃകയാണ് പിന്തുടരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, 11ാമത്തെ ക്വസ്റ്റ്യൻ, രാജ്യത്ത് മൂലധന
വസ്തുക്കളുടെ മൂലധന വസ്തുക്കളുടെ GST നിരക്ക് എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇത് നമ്മുടെ പ്രൊവിഷണൽ ആൻസർ കീയിൽ 18% എന്നായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഈ പിന്നീട് നമ്മുടെ ഫൈനൽ ആൻസർ കീ വന്നപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്യാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. എന്താണ് സാധാരണ അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യനിലെ ചെറിയൊരു വ്യക്തത ഇല്ലായ്മ കൊണ്ടാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്തത് കേട്ടോ. അതെന്താണ് GST നിയമപ്രകാരം എന്താണ് എല്ലാ മൂലധന വസ്തുക്കളും ഒരേ നികുതി നിരക്കല്ല കേട്ടോ നിശ്ചയിച്ചിട്ടുള്ളത്. ഭൂരിഭാഗം യന്ത്രങ്ങൾക്കും ഉപകരണങ്ങൾക്കൊക്കെ 18% ആണെങ്കിലും കാർഷിക മേഖലയിലോ അല്ലെങ്കിൽ എന്താണ് പുനരുപയോഗ ഊർജ്ജ മേഖലയിലൊക്കെ ഉപയോഗിക്കുന്ന ചില മൂലധന വസ്തുക്കൾക്ക് എന്താണ് 5%വും 12% ഒക്കെ വ്യത്യസ്ത നിരക്കുകളാണ് നിലവിലുള്ളത് കേട്ടോ GST. അപ്പൊ സാധാരണയായി എന്നൊക്കെ എന്തെങ്കിലും ഒരു എന്താണ് സാധാരണയായാലും ജനറലി എന്ന എന്തെങ്കിലും ഒന്ന് നമ്മുടെ പ്രത്യേക വിഭാഗം എന്നൊക്കെ ഈ ഒരു ക്വസ്റ്റ്യനിൽ വ്യക്തമായിട്ട് പറയുകയായിരുന്നെങ്കിൽ ഈ ക്വസ്റ്റ്യനിൽ ശരിക്കും 18% ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു വ്യക്തത ഇല്ലാത്തത് കൊണ്ട് ഈ ഒരു ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്താന്ന് തോന്നുന്നു. 12ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ ഹരിത വിപ്ലവത്തിന്റെ പ്രാരംഭഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ പ്രയോജനം നേടിയ സംസ്ഥാനങ്ങൾ ഏതാണെന്നാണ് കേട്ടോ. പ്രാരംഭഘട്ടത്തിലാണ് ഏറ്റവും കൂടുതൽ പ്രയോജനം നേടിയ സംസ്ഥാനങ്ങൾ ഏതാണ്? ഓപ്ഷൻ ബി ആണ്, പഞ്ചാബും ഹരിയാനയാണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, ഭരണപരമായ അതിരുകടപ്പ് തടയുന്നതിനായി കേരളം നിയുക്ത നിർമ്മാണത്തിന് ഉപയോഗത്തെയും നിലവിലുള്ള ഭരണഘടനാപരമായ സുരക്ഷയെയും കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കാനാണ്. ഓക്കെ, അപ്പം ഭരണപരമായ അതിരുകടപ്പ് തടയുന്നതിനായി കേരളം നിയുക്ത നിയമനിർമ്മാണത്തിന് ഉപയോഗത്തെയും നിലവിലുള്ള ഭരണഘടനാപരമായ സുരക്ഷയെയും കുറിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. ഇനി മുകളിൽ നൽകിയിരിക്കുന്ന പ്രസ്താവനകൾ ഏതാണ് ശരിയെന്നാണ് ചോദിച്ചത് കേട്ടോ. ഓക്കെ, ഇതിന് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ്, 1ഉം 4ഉം മാത്രം എന്നാണ്. അത് പ്രാപ്തമാകുന്ന നിയമത്തിന്റെ പരിധി കവിയുന്ന എല്ലാ എക്സിക്യൂട്ടീവ് റൂൾ മേക്കിംഗ് പരിശോധിക്കാൻ കേരള നിയമസഭയുടെ സബോർഡിനേറ്റ് ലെജിസ്ലേറ്റീവ് കമ്മിറ്റിക്ക് അധികാരമുണ്ട്. അതുപോലെ കേരളത്തിൽ നിയുക്ത നിയമനിർമ്മാണം പലപ്പോഴും പൊതുജനാഭിപ്രായത്തിനുള്ള വ്യവസ്ഥയില്ലാതെ പ്രവർത്തിക്കുന്നു. ഇത് പങ്കാളിത്ത ഭരണത്തെ പരിമിതപ്പെടുത്തുന്നു എന്നാണ്. രണ്ടും ശരിയായിട്ടുള്ളതാണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, ദുരന്ത നിവാരണത്തോടുള്ള കേരളത്തിന്റെ സമീപനം ബഹുതല സ്ഥാപന ഘടനയെയും വികസന ആസൂത്രണവുമായുള്ള സംയോജനത്തെയും പ്രതിഫലിപ്പിക്കുന്നു. ഭരണസ്ഥാപനങ്ങളെയും അവയുടെ റോളുകളെയും കാണിക്കുന്ന താഴെ പറയുന്ന പട്ടിക പരിഗണിക്കാനാണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഇതില് ശരിയായിട്ടുള്ള ഓർഡർ ഏതെന്നാണ് കേട്ടോ. താഴെ പറയുന്നതിൽ ഏതാണ് അധികാരിയുടെ റോളുകളുമായിട്ട് ശരിയായ പൊരുത്തം എന്നാണ്. ഓക്കെ, അപ്പൊ ഇതിൽ ആൻസർ ആയിട്ട് വരുന്നത് ഏതാണ്? ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആയിരുന്നു. പക്ഷെ ഈ ഒരു ക്വസ്റ്റ്യനും ഡിലീറ്റ് ചെയ്യാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ബി ആയിരുന്നു പക്ഷെ ഈ ഒരു ക്വസ്റ്റ്യന് ഫൈനൽ ആൻസർക്ക് വന്നപ്പോൾ ഡിലീറ്റ് ചെയ്യാണ് ചെയ്തത്. അടുത്ത ക്വസ്റ്റ്യൻ, 15ാമത്തെ ക്വസ്റ്റ്യൻ, കേരളത്തിൽ ഭൂപരിഷ്കരണം നടപ്പിലാക്കിയത് കാർഷിക ഘടനയിൽ മാറ്റം വരുത്തുന്നതിൽ വിജയിച്ചെങ്കിലും ആനുപാതികമായ ഗ്രാമീണ വ്യവസായവൽക്കരണമോ തൊഴിൽ വളർച്ചയോ സൃഷ്ടിക്കുന്നതിൽ പരാജയപ്പെട്ടതിന്റെ കാരണം താഴെ പറയുന്നതിൽ ഏതാണ് ഏറ്റവും നന്നായി വിശദീകരിക്കുന്നത്? ഇതിലും ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്. ഭൂപരിഷ്കരണങ്ങൾ അസാന്നിധ്യ ഭൂവുടമസ്ഥയെ ഇല്ലാതാക്കി, പക്ഷേ ദീർഘകാല ഗ്രാമീണ സാമ്പത്തിക തന്ത്രവുമായി സംയോജിപ്പിക്കുന്നതിൽ പരാജയപ്പെട്ടു എന്നുള്ളതാണ് കേട്ടോ. അപ്പൊ ഈ ഒരു സിലബസിൽ വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടി ഉണ്ട് കേട്ടോ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ. അടുത്തത്, കേരള സംസ്ഥാന ആസൂത്രണ ബോർഡിന്റെ പ്രവർത്തനങ്ങളെയും പരിമിതികളെയും പരാമർശിച്ച് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കാനാണ്. ഈ മേൽപ്പറഞ്ഞ പ്രസ്താവനകളിൽ ഏതാണ് ശരിയെന്നാണ് കേട്ടോ. ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ്, 2ഉം 3ഉം മാത്രം എന്നാണ് കേട്ടോ. അതായത് KSPBയുടെ ഉപദേശകം അങ്ങ് പങ്കാളിത്ത ആസൂത്രണം ഉറപ്പാക്കുന്നു, പക്ഷെ അത് നടപ്പിലാക്കുന്നതിനുള്ള നിയമപരമായ അധികാരങ്ങളെ തകർക്കുന്നു. അതുപോലെ 3 എന്താണ്, KSPBയുടെ പ്രധാന പ്രവർത്തനങ്ങളൊന്ന് പഞ്ചവത്സര പദ്ധതികളുടെ ലക്ഷ്യങ്ങളെ സംസ്ഥാനത്തിന്റെ വാർഷിക പദ്ധതികളുമായി സംയോജിപ്പിക്കുക എന്നതാണ്. ഈ 2 പ്രസ്താവനകളാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ശരിയായിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിന്റെ ഗവേണൻസ് സമീപനത്തിന്റെ പശ്ചാത്തലത്തിൽ താഴെ പറയുന്നതിൽ ഏതാണ് അടിസ്ഥാന തലത്തിൽ ഇതിന്റെ ആപേക്ഷിക വിജയത്തിന് കാരണമായ പ്രധാന ഘടകങ്ങളെ പ്രതിഫലിപ്പിക്കുന്നത്? ഓക്കെ, ഇതിലേതാണ് 1, 2, 4 ആണ് കേട്ടോ. വികേന്ദ്രീകൃത ആസൂത്രണ പ്രക്രിയകളുമായി ഗവേണൻസിന്റെ സംയോജനം, അതുപോലെ ഇൻഫർമേഷൻ കേരള മിഷൻ അതായത് IKM പോലുള്ള സ്വയംഭരണ ഏജൻസികളിൽ നിന്നുള്ള ശക്തമായ സാങ്കേതിക പിന്തുണ, പിന്നെന്താണ് പൗരസേവനങ്ങൾ ഡിജിറ്റൈസ് ചെയ്യുന്നതിന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സജീവ പങ്കാളിത്തം. ഇതൊക്കെയാണ് ഈ ഒരു ആപേക്ഷിക വിജയത്തിന് കാരണമായ പ്രധാന ഘടകങ്ങളെ പ്രതിഫലിപ്പിക്കുന്നത്.
ഇത് 2024 കേരള സർക്കാർ കാലാവസ്ഥാ പ്രതിരോധ കേരള ഇനീഷ്യേറ്റീവ് ആരംഭിച്ചു. ഇത് സംസ്ഥാനത്തിന്റെ സാധ്യത കുറയ്ക്കൽ, സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ എന്നിവയുമായി യോജിക്കുന്നു. കേരളത്തിൽ ഭരണത്തിന്റെയും ആസൂത്രണ സംവിധാനത്തിന്റെയും പശ്ചാത്തലത്തിൽ ഈ സംരംഭത്തെ പറ്റി താഴെ പറയുന്ന സവിശേഷതകളിൽ ഏതാണ് ശരിയായി വിവരിക്കുന്നത് എന്നാണ് കേട്ടോ. ഓക്കെ, ഇതിൽ ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ളത്. അതായത് 1, 3, 4 മാത്രം എന്നുള്ളതാണ് കേട്ടോ. കാലാവസ്ഥ പൊരുത്തപ്പെടുത്തൽ തന്ത്രങ്ങളെ ഇത് നേരിട്ട് തദ്ദേശ സ്വയംഭരണ തല പദ്ധതിയിലേക്ക് യോജിപ്പിക്കുന്നു. അതുപോലെ പിന്നെന്താണ്, ദുരന്ത സാധ്യതയുള്ള മേഖലകൾക്കുള്ള നീർത്തടാധിഷ്ഠിത വികസനത്തെയും പ്രകൃതി അടിസ്ഥാനമാക്കിയുള്ള പരിഹാരങ്ങൾക്കും ഇത് മുന്നിൽ നൽകുന്നു. ജില്ലാതല ആസൂത്രണത്തിൽ കാലാവസ്ഥ ദുർബലതാ സൂചികയുടെ ഉപയോഗം നിർബന്ധമാക്കുന്നു. അടുത്തത് ക്യോട്ടോ പ്രോട്ടോകോളിനെ കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കാനാണ് കേട്ടോ. പറഞ്ഞ പ്രസ്താവനകളിൽ ഏതാണ് ശരി എന്നാണ് ചോദിച്ചത്, ശരിയായിട്ടുള്ളതാണ് ചോദിച്ചത്. ഓക്കെ, അപ്പൊ ഇതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. അതായത് 1ഉം 2ഉം മാത്രം എന്നാണ് കേട്ടോ. ഹരിതഗൃഹ വാതക എന്താണ് ഉദ്വമനം കുറയ്ക്കുന്നതിന് അതിന്റെ കക്ഷികളെ പ്രതിജ്ഞാബദ്ധരാക്കുന്ന ഒരു അന്താരാഷ്ട്ര ഉടമ്പടിയാണ് ക്യോട്ടോ പ്രോട്ടോകോൾ എന്നത് ശരിയാണ്. അപ്പോൾ ഇത് 1997 അംഗീകരിക്കുകയും 2005 പ്രാബല്യത്തിൽ വരികയും ചെയ്തു. അപ്പൊ ക്യോട്ടോ പ്രോട്ടോകോളിനെ കുറിച്ച് പഠിക്കാനുള്ളതാണ് ഇത്. അടുത്തത് താഴെ ഹൃദയപേശി കോശങ്ങളുടെ ഗുണവിശേഷതകൾ നൽകിയിരിക്കുന്നു. ഈ പ്രസ്താവനകൾ ശരിയല്ലാത്തതാണ് ചോദിച്ചത്, തെറ്റായിട്ടുള്ളതാണ് ചോദിച്ചത് കേട്ടോ. ഓക്കെ, ഇതിന്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ സി ആണ്. 1, 4 മാത്രം എന്നുള്ളതാണ്. 1ഉം 4ഉം ആണ് തെറ്റായിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഏതൊക്കെയാണ് തെറ്റായിട്ടുള്ള പ്രസ്താവന നോക്കാം. ഒന്നാമത്തത് ഹൃദയപേശി കോശങ്ങൾ ശാഖകളില്ലാത്തവയാണ്, അവയിൽ ഒറ്റ ന്യൂക്ലിയസ് അടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് കേട്ടോ. ഒന്നാമത്തത് തെറ്റായിട്ടുള്ളത്. പിന്നെ നാലാമത്താണ് ഇന്റർ കലേറ്റഡ് ഡിസ്ക് നേർത്തതും ഒറ്റ മെംബ്രണസ് ഘടനയുള്ളതുമാണ് എന്നാണ് കേട്ടോ നാലാമത്. ബാക്കി രണ്ടെന്താ, ഇത് വരെയുള്ളതും അനിയന്ത്രിതവുമാണ്. ഇത് ഓട്ടോണമിക് നാഡീനാരുകളെ സജ്ജീകരിച്ചിരിക്കുന്നത്. രണ്ടും ശരിയായിട്ടുള്ളതാണ്. ഓക്കെ, എന്താണ് ഈ ഒരു ഹൃദയപേശി കോശങ്ങളെ ശാഖ ഇല്ലാത്തവയാണ്, അവയിൽ ഒറ്റ ന്യൂക്ലിയസ് അടങ്ങിയിരിക്കുന്നുള്ളത് തെറ്റാണല്ലേ. അപ്പൊ എന്താണ് ഇതില് ഹൃദയപേശി കോശങ്ങൾ ശാഖകളോട് കൂടിയവയാണ് കേട്ടോ. ഓക്കെ, നാലാമത്തെ പ്രസ്താവനയിലെ തെറ്റുന്ന ഇന്റർകലേറ്റഡ് ഡിസ്കുകൾ എന്താണ് നേർത്തതും ഒറ്റ മെംബ്രനസ് ഘടനയുമുള്ളതുമാണെന്നാണ് കൊടുത്തത്. പക്ഷെ ഇന്റർകലേറ്റഡ് ഡിസ്കുകൾ സങ്കീർണമായ കോശഘടനകളാണ്, അവ ലളിതമായ ഒരു പാളി മാത്രമല്ല എന്നുള്ളതാണ് കേട്ടോ. അടുത്ത 21ാമത്തെ ക്വസ്റ്റ്യൻ, വിറ്റാമിനുകളും അവയുടെ കുറവ് മൂലമുണ്ടാകുന്ന രോഗങ്ങളും അടങ്ങിയ താഴെ പറയുന്ന പട്ടിക പരിഗണിക്കുക. ഇതിൽ താഴെ നൽകിയിരിക്കുന്ന കോമ്പിനേഷനുകളിൽ ഏതാണ് ശരി എന്നാണ് കേട്ടോ. ഏതൊക്കെയാണ് ഈ ഒരു കോമ്പിനേഷനിൽ ഏതാണ് ശരിയായിട്ടുള്ളതെന്നാണ്. അപ്പൊ ഒന്ന് നോക്കാം. ഇതില് ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ളത്. അതായത് തയാമിന്റെ കുറവ് മൂലം ബെറിബെറി ഉണ്ടാവുന്നു. കാൽസിഫറോളിന്റെ കുറവ് മൂലം റിക്കറ്റ്സ് ഉണ്ടാവുന്നു. പിന്നെ മൂന്നാമത് എന്താ, റെറ്റിനോളിന്റെ കുറവ് മൂലം എന്താണ് നൈക്ടലോപ്പിയ ഉണ്ടാവുന്നു കേട്ടോ. അതുപോലെ വിറ്റാമിൻ സിയുടെ കുറവ് മൂലം സ്കർവി ഉണ്ടാവുന്നു. അതുപോലെ നിയാസിനാമൈഡിന്റെ കുറവ് മൂലം എന്താ ഉണ്ടാവുന്നത്, പെല്ലഗ്ര. ഓക്കെ, അമിനോ ആസിഡുകളെ കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. മുകളിൽ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി എന്നാണ് ചോദിച്ചത് കേട്ടോ. ഇതിൽ ഏത് പ്രസ്താവനകളാണ് ശരിയായിട്ടുള്ളത്? ഓപ്ഷൻ ബി ആണ്. 2ഉം 3ഉം മാത്രമാണ് ശരിയായിട്ടുള്ളത്. ഗ്ലൈസിൻ ഏറ്റവും ചെറിയ അമിനോ ആസിഡ് ആണ്. സിസ്റ്റീൻ, മെഥിയോനിൻ എന്നിവ സൾഫർ അടങ്ങിയ അമിനോ ആസിഡുകളാണ്. ഈ 2 പ്രസ്താവനകളാണ് ശരിയായിട്ടുള്ളത് കേട്ടോ. ഒന്നാമത്തെ പ്രസ്താവന തെറ്റാണ്. അടുത്ത പ്രമേഹത്തെ കുറിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. എന്നിട്ട് ഏതാണ് ശരി എന്നാണ് ചോദിച്ചത് കേട്ടോ. ഓക്കെ, 23ാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ്. 1ഉം 2ഉം മാത്രം. ദീർഘകാലത്തേക്ക് ഉയർന്ന രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കാണപ്പെടുന്ന ഒരു ഉപാപചയ വൈകല്യമാണ് പ്രമേഹം എന്നുള്ളതും. അതുപോലെ പിന്നെന്താണ്, പാൻക്രിയാസിലെ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്ന കോശങ്ങളുടെ ഓട്ടോ ഇമ്മ്യൂൺ നാശം മൂലമാണ് ടൈപ്പ് 1 പ്രമേഹം ഉണ്ടാകുന്നത്. രണ്ടുമാണ് ശരിയായിട്ടുള്ളത്. അതായത് കാല അസർ രോഗം മൂലമുണ്ടാകുന്നത് എന്താണ് ആൻസർ ആയിട്ട് വരുന്ന ഓപ്ഷൻ ഡി ആണ്. ലിഷ്മാനിയ ഡൊണോവാനി.
താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? നയനാമൃതം 2.0 കേരള സർക്കാരിന്റെ ഒരു AI പവർനെത്ര പരിശോധനാ സംരംഭമാണ്. ഒരുപാട് പ്രസ്താവനകൾ കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഏതാണ് ശരിയായിട്ടുള്ളതെന്നാണ് ചോദിച്ചത് കേട്ടോ. ഇതിൽ ഓപ്ഷൻ ഡി ആണ്. ഇവയെല്ലാം ശരിയാണ് കേട്ടോ. ഓക്കെ. രണ്ടാമത്തെ ഗ്ലോക്കോമ, ഡയബറ്റിക് റെറ്റിനോപ്പതി, പ്രായമായി ബന്ധപ്പെട്ട മാക്കുല എന്താണ് ഡീജനറേഷൻ തുടങ്ങിയ രോഗങ്ങൾ തിരിച്ചറിയുന്നതിനുള്ള ആദ്യത്തെ സർക്കാർ AS ആയിട്ടുള്ള സ്ക്രീനിംഗ് പ്രോഗ്രാമാണിത്. അതുപോലെ റെമിഡിയോയിഡ് AI സാങ്കേതികവിദ്യ ആരോഗ്യ സംരക്ഷണ സംവിധാനത്തിൽ ഉൾപ്പെടുത്തി സൗകര്യം, കാര്യക്ഷമത, ചെലവ്, ഫലപ്രാപ്തി എന്നിവ വർദ്ധിപ്പിക്കാനുള്ള നയനാമൃതം 2.0. അപ്പൊ ഈ ഒരു പ്രസ്താവനകളൊക്കെ പഠിക്കാനുള്ള ഇമ്പോർട്ടന്റ് ആണ്. ഇനി അങ്ങോട്ടുള്ള 10 ക്വസ്റ്റ്യൻസ് നമ്മുടെ മാത്സ് നിന്ന് വരുന്നതാണ് കേട്ടോ. അത് ഞാൻ ഇവിടെ സോൾവ് ചെയ്ത് കാണിക്കുന്നില്ല. പിന്നെ മാത്സിന് സെപ്പറേറ്റ് ആയിട്ട് സോൾവ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുന്ന ക്ലാസ് വേണമെങ്കിൽ നിങ്ങൾ കമന്റിലൂടെ പറയട്ടോ. ഓക്കെ. ഇനി അങ്ങോട്ട് 36 തൊട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് സിലബസ് എന്ന് വരുന്നതാണ് കേട്ടോ. അതായത് സബ് ഇൻസ്പെക്ടർ തസ്തികയിലേക്കുള്ള എക്സാം ആണിത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു സിലബസ് നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ജസ്റ്റ് ഒന്ന് നോക്കി പോവാം. അപ്പോൾ ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ, അതായത് ഭരണഘടനയിൽ നിന്ന് വരുന്ന കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതുപോലെ ലാസ്റ്റേക്ക് മലയാളത്തിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ട് കേട്ടോ. അപ്പൊ ഈ ഒരു സിലബസ് നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് ആവശ്യമില്ലാത്തവര് അത് ജസ്റ്റ് സ്കിപ്പ് ചെയ്ത് അല്ലെങ്കിൽ ഫാസ്റ്റ് ആക്കിയിട്ട് പോവാം. ബാക്കി ഭരണഘടനയിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് നോക്കണം കേട്ടോ. ഇമ്പോർട്ടന്റ് ആണ്. ഇനി 36ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? സമ്മതമില്ലാതെ ഡേഷിന്റെ സംരക്ഷണത്തിൽ നിന്ന് ഒരു കുട്ടിയെ പ്രലോഭിപ്പിക്കുന്നയാൾ തട്ടിക്കൊണ്ടുപോകലിന് കാരണക്കാരനായി കണക്കാക്കപ്പെടുന്നു. ഓക്കെ. 36ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് എന്താണ്? ഓപ്ഷൻ ഡി ആണ് കേട്ടോ. നിയമപരമായ രക്ഷാധികാരി എന്നാണ്. അപ്പം സമ്മതമല്ലാതെ നിയമപരമായ രക്ഷാധികാരിയുടെ സംരക്ഷണത്തിൽ നിന്ന് ഒരു കുട്ടിയെ പ്രലോഭിപ്പിക്കുന്നയാൾ തട്ടിക്കൊണ്ടുപോകലിന് കാരണക്കാരനായി കണക്കാക്കപ്പെടുന്നു. അടുത്ത താഴെ പറയുന്നതിൽ ഏതാണ് വ്യക്തിയെ കടത്തൽ കുറ്റകൃത്യത്തിന് ഘടകമല്ലാത്തതെന്നാണ് കേട്ടോ. താഴെ പറയുന്നതിൽ ഏതാണ് വ്യക്തിയെ കടത്തൽ കുറ്റകൃത്യത്തിന് ഘടകമല്ലാത്തത്? ഓക്കെ. ഇതിലേതാണ്? ഓപ്ഷൻ ബി ആണ്, സമ്മതമാണ് കേട്ടോ. 38ാമത്തത് മാനസികാവസ്ഥ തകരാറിലായതിനാൽ ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ ഒരാൾക്ക് അതിനെക്കുറിച്ച് അറിയാൻ കഴിയില്ലെന്ന് തെളിയിക്കപ്പെടുമ്പോൾ ഭ്രാന്തിനെതിരെ പ്രതിരോധം നൽകാവുന്നതാണ്. ഓക്കെ. ഇതിൽ ഏതാണ് ആൻസർ ആയിട്ട് വരുന്നത്? ഓപ്ഷൻ ഡി ആണ്. എയും ബി അല്ലെങ്കിൽ സി ആണ് കേട്ടോ. അതായത് പ്രവൃത്തിയുടെ സ്വഭാവം അയാൾ ചെയ്യുന്നത് തെറ്റാണെന്ന്, അതുപോലെ അയാൾ ചെയ്യുന്നത് നിയമവിരുദ്ധമാണെന്ന്. താഴെ പറയുന്നവയിൽ ഏതാണ് പിന്തുടരൽ കുറ്റത്തിന് കീഴിൽ വരാത്തത്? പിന്തുടരൽ കുറ്റത്തിന് കീഴിൽ വരാത്തത് ഏതെന്നാണ് കേട്ടോ. ഓപ്ഷൻ സി ആണ്. ഒരു സ്വകാര്യ പ്രവൃത്തിയിൽ ഏർപ്പെടുന്ന ഒരു സ്ത്രീയുടെ ചിത്രം പകർത്തലാണ് കേട്ടോ. ബാക്കിയൊക്കെ എന്താണ്? പിന്തുടരൽ കുറ്റത്തിൽ വരുന്നതാണ്. ഒരു സ്ത്രീയെ പിന്തുടരൽ, ഒരു സ്ത്രീയുടെ ഇന്റർനെറ്റ് ഉപയോഗം നിരീക്ഷിക്കൽ, വ്യക്തിപരമായ ഇടപെടൽ വളർത്തുന്നതിനായി ഒരു സ്ത്രീയെ ബന്ധപ്പെടൽ. അടുത്തത് 40ാമത്തെ ക്വസ്റ്റ്യൻ. സ്വകാര്യ പ്രതിരോധത്തെ കുറിച്ച് താഴെ പറയുന്നവയിൽ ഏതാണ് ശരിയെന്നാണ് കേട്ടോ. ഓപ്ഷൻ ഡി ആണ്. അതായത് 2, 3, 4 ശരിയാണെന്നുള്ളതാണ്. ശരീരത്തിനും സ്വത്തിനും ഹാനികരമായ കാര്യങ്ങളിൽ സ്വകാര്യ പ്രതിരോധം ലഭ്യമാണ്. പൊതു അധികാരികളുടെ സംരക്ഷണം തേടാൻ സമയമില്ലാത്തപ്പോൾ മാത്രമേ സ്വകാര്യ പ്രതിരോധം ലഭ്യമാകൂ. മാനസികാവസ്ഥയില്ലാത്ത വ്യക്തികൾക്കെതിരെ സ്വകാര്യ പ്രതിരോധം ലഭ്യമാണെന്നുള്ളതാണ് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ. അടുത്തത് BNSS വ്യവസ്ഥകൾ പ്രകാരം മജിസ്ട്രേറ്റ് രേഖപ്പെടുത്തിയ കുറ്റസമ്മതങ്ങളുടെ കാര്യത്തിൽ താഴെ പറയുന്നതിൽ ഏതാണ് ശരിയല്ലാത്തതെന്നാണ് കേട്ടോ. ഏതാണ് ശരിയല്ലാത്തത്? ഓപ്ഷൻ സി. കുറ്റസമ്മതം രേഖപ്പെടുത്തിയ ശേഷം വ്യക്തിയെ പോലീസ് കസ്റ്റഡിയിൽ അയക്കും എന്നുള്ളതാണ് ശരിയല്ലാത്തത്. ബാക്കിയൊക്കെ എന്താണ്? ഇതിൽ പെടുന്നതാണ്. അതായത് കുറ്റസമ്മതം രേഖപ്പെടുത്തുന്നതിന് മുമ്പ് മജിസ്ട്രേറ്റ് വ്യക്തിയെ കുറ്റസമ്മതം നടത്താൻ ബാധ്യസ്ഥനല്ല എന്ന് അറിയിക്കണം. രേഖപ്പെടുത്തിയ കുറ്റസമ്മതം അയാൾക്കെതിരെ തെളിവായി ഉപയോഗിക്കാമെന്ന് മജിസ്ട്രേറ്റ് ആ വ്യക്തിക്ക് മുന്നറിയിപ്പ് നൽകണം. കുറ്റസമ്മതം നടത്തുന്ന വ്യക്തി പ്രസ്താവനയിൽ ഒപ്പിടണം. 42ാമത്തത് വാറന്റ് കേസ് എന്നാൽ എന്താണ്? വാറന്റ് കേസ് എന്നാൽ എന്നാണ് കേട്ടോ. ഓപ്ഷൻ ഡി ആണ്. അതായത് വധശിക്ഷ, ജീവപര്യന്തം തടവ് അല്ലെങ്കിൽ 2 വർഷത്തിൽ കൂടുതൽ തടവ് ലഭിക്കാവുന്ന കുറ്റകൃത്യത്തെയാണ് വാറന്റ് കേസ് എന്ന് പറയുന്നത്. ഇമ്പോർട്ടന്റ് ആണ്. വധശിക്ഷ, ജീവപര്യന്തം തടവ് അല്ലെങ്കിൽ 2 വർഷത്തിൽ കൂടുതൽ തടവ് ലഭിക്കാവുന്ന കുറ്റകൃത്യങ്ങളൊക്കെ വാറന്റ് കേസാണ്. അടുത്തത് FIRന് സാധുവായ ആവശ്യകതയല്ല. FIRന് സാധുവായ ആവശ്യകതയല്ല. ഏതാണ്? ഓപ്ഷൻ സി ആണ്. കുറ്റകൃത്യത്തിന് ഇരയായാൽ അത് നൽകണം എന്നുള്ളതാണ് കേട്ടോ.
ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത പ്രകാരം അറിയപ്പെടുന്നതോ അറിയാത്തതോ ആയ ആരെങ്കിലും ഒരു കുറ്റകൃത്യം ചെയ്തുവെന്ന് ആരോപിച്ച് ഒരു മജിസ്ട്രേറ്റിന് വാമൊഴിയായോ രേഖാമൂലമോ നൽകുന്ന ഏതൊരു പ്രസ്താവനയും അറിയപ്പെടുന്നത് എന്താണെന്നാണ് ട്ടോ. എന്താണ്? ഓപ്ഷൻ ബി ആണ്, പരാതിയാണ്. എന്താ പറഞ്ഞ, ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത പ്രകാരം അറിയപ്പെടുന്നതോ അറിയാത്തതോ ആയ ആരെങ്കിലും ഒരു കുറ്റകൃത്യം ചെയ്തുവെന്ന് ആരോപിച്ച് ഒരു മജിസ്ട്രേറ്റിന് വാമൊഴിയായോ രേഖാമൂലമോ നൽകുന്ന ഏതൊരു പ്രസ്താവനയും പരാതി എന്നാണ് അറിയപ്പെടുന്നത്. താഴെ പറയുന്ന കുറ്റകൃത്യങ്ങളിൽ ഏതാണെന്ന് അറിയാവുന്ന ഒരാൾക്ക് അടുത്തുള്ള മജിസ്ട്രേറ്റിനെ പോലീസ് ഉദ്യോഗസ്ഥനോ വിവരം നൽകേണ്ട ബാധ്യതയുണ്ട്. ഓക്കെ, ഇതിലേതാണ്? ഓപ്ഷൻ ഡി, വ്യാജ നാണയങ്ങൾ നിർമ്മിക്കലാണ് ട്ടോ. അടുത്ത, ഭാരതീയ സാക്ഷ്യ അധിനിവേശം 2023 പ്രകാരം താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരിയെന്നാണ്. ഓപ്ഷൻ സി ആണ്, കോടതി അനുവദിച്ച വാമൊഴി പ്രസ്താവനകളും ഇലക്ട്രോണിക് അല്ലെങ്കിൽ ഡിജിറ്റൽ രേഖകൾ ഉൾപ്പെടെയുള്ള രേഖകളും തെളിവിൽ ഉൾപ്പെടുന്നു എന്നുള്ളതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു സഹപ്രതിയുടെ കുറ്റസമ്മതം അംഗീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? സഹപ്രതിയുടെ കുറ്റസമ്മതം അംഗീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി എന്നാണ് കേട്ടോ. ഓപ്ഷൻ ബി ആണ്, ബിയും ഐയും സിയെ കൊലപ്പെടുത്തി എന്ന എയുടെ കുറ്റസമ്മതം എയും ബിയും സംയുക്തമായി കുറ്റം ചുമത്തിയാൽ മാത്രമേ ബിക്കെതിരെ ഉപയോഗിക്കാൻ കഴിയൂ എന്നുള്ളതാണ്. ഓപ്ഷൻ ബി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 48ാമത്തെ ക്വസ്റ്റ്യൻ, നിയമസാധുത പ്രഖ്യാപിക്കുന്നതിനുള്ള ഒരു കേസിൽ ബിയുടെ നിയമസാധുത മകനാണെന്ന് എ അവകാശപ്പെടുന്നു. ബിയുടെ സഹോദരങ്ങളും കസിൻസും എയെ ബിയുടെ മകനായി സ്ഥിരമായി പരിഗണിച്ചിരുന്നുവെന്ന് കോടതി കരുതുന്നു. ഭാരതീയ സാക്ഷ്യ അധിനിവേശം 2023 പ്രകാരം ഈ തെളിവിന്റെ സ്വീകാര്യതയെ താഴെ പറയുന്നതിൽ ഏതാണ് ഏറ്റവും നന്നായി വിശദീകരിക്കുന്നത്? ഓക്കെ, ഇതിലേതാണ് ശരിയായിട്ടുള്ളത്? ഓപ്ഷൻ ബി ആണ് കേട്ടോ. ബന്ധത്തെക്കുറിച്ച് പ്രത്യേക അറിവുള്ള കുടുംബാംഗങ്ങളുടെ പെരുമാറ്റം അത്തരമൊരു ബന്ധത്തിന്റെ നിലനിൽപ്പ് കാണിക്കുന്നതിന് പ്രസക്തമാണെന്നുള്ളതാണ്. അടുത്ത ക്വസ്റ്റ്യൻ, 49ാമത്തെ ക്വസ്റ്റ്യൻ, ഒരു അതിർത്തി തർക്കത്തിൽ ഒരു കക്ഷി സർക്കാർ പുറത്തിറക്കിയ ഒരു ഭൂപടത്തെ ആശ്രയിക്കുന്നു. അത് 2 ഗ്രാമങ്ങൾ തമ്മിലുള്ള വിഭജനം കാണിക്കുന്നു. 2023 ഭാരതീയ സാക്ഷ്യ അധിനിവേശത്തിന്റെ സെക്ഷൻ 30 പ്രകാരം കോടതി ഒരു ഭൂപടത്തെ എങ്ങനെ പരിഗണിക്കുന്നതാണ്? ഓക്കെ, ഇതിന്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ എ ആണ്, പൊതുവിൽപ്പനയ്ക്കായി സാധാരണയായി വാഗ്ദാനം ചെയ്യുന്ന പ്രസിദ്ധീകരിച്ച ചാർട്ടുകളിൽ നടത്തിയ പ്രസ്താവനകൾ അടങ്ങിയിരിക്കുന്നതിനാൽ ഭൂപടം ഒരു പ്രസക്തമായ വസ്തുതയാണെന്നുള്ളതാണ്. അടുത്തത് 50ാമത്തെ ക്വസ്റ്റ്യൻ, പോലീസ് കസ്റ്റഡിയിലുള്ള ഒരു പ്രതി കൊലപാതക ആയുധത്തിന്റെ സ്ഥാനം വെളിപ്പെടുത്തുന്നു. പരാമർശിച്ച സ്ഥലത്ത് നിന്ന് പോലീസ് ആയുധം വീണ്ടെടുക്കുന്നു. പ്രതിയുടെ മൊഴിയുടെ ഏത് ഭാഗമാണ് ഭാരതീയ സാക്ഷ്യ അധിനിവേശം 2023 പ്രകാരം കോടതിയിൽ സ്വീകാര്യമാവുന്നത് എന്നാണ് കേട്ടോ. ഓക്കെ, അപ്പൊ എന്താണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്? എന്താണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്? ഓപ്ഷൻ ബി ആണ് കേട്ടോ. കണ്ടെത്തിയ വസ്തുതയുമായി ബന്ധപ്പെട്ട് വ്യക്തമായി ബന്ധപ്പെട്ട പ്രസ്താവനയുടെ ഭാഗം മാത്രമാണ്. ഇനി 51ാമത്തെ ക്വസ്റ്റ്യൻ, വെളിപ്പെടുത്തലിൽ നിന്ന് ഒഴിവാക്കിയ വിവരങ്ങളുടെ വിഭാഗങ്ങളെ വിവരാവകാശ നിയമത്തിലെ ഏത് വകുപ്പാണ് പട്ടികപ്പെടുത്തിയിരിക്കുന്നത്? വെളിപ്പെടുത്തലിൽ നിന്ന് ഒഴിവാക്കിയ വിവരങ്ങളുടെ വിഭാഗങ്ങളെ വിവരാവകാശ നിയമത്തിലെ ഏത് വകുപ്പാണ് പട്ടികപ്പെടുത്തിയിരിക്കുന്നത് എന്നാണ്. ഓപ്ഷൻ ബി ആണ്, സെക്ഷൻ 8ലാണ്. 52ാമത്തെ ക്വസ്റ്റ്യൻ, വിവരാവകാശ നിയമത്തിലെ സെക്ഷൻ 9 പ്രകാരം ഒരു വിവര അപേക്ഷ ആണെങ്കിൽ നിരസിക്കുന്നു എന്നുള്ളതാണ് കേട്ടോ. സെക്ഷൻ 9 പ്രകാരം എന്താണ്? ഒരു വിവര അപേക്ഷ ആണെങ്കിൽ നിരസിക്കുന്നു എന്നാണ്. ഓപ്ഷൻ സി ആണ്, അതായത് ഇത് പകർപ്പവകാശത്തെ ലംഘിക്കുന്നു. 2005 വിവരാവകാശ നിയമത്തിലെ സെക്ഷൻ 11ന്റെ പ്രധാന ഫോക്കസ് എന്തായിരുന്നു? നിയമത്തിലെ സെക്ഷൻ 11ന്റെ പ്രധാന ഫോക്കസ് എന്തായിരുന്നു എന്നാണ് കേട്ടോ. എന്തായിരുന്നു? മൂന്നാം കക്ഷി വിവരങ്ങളാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ലോക്സഭയിൽ സ്പീക്കറുടെ വോട്ടവകാശത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ്? ലോക്സഭയിൽ സ്പീക്കറുടെ വോട്ടവകാശത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ഏതെന്നാണ് കേട്ടോ. ഓപ്ഷൻ ഡി ആണ്, ആർട്ടിക്കിൾ 100ലാണ് എന്ന് പറയുന്നത്. സ്പീക്കറുടെ വോട്ടവകാശത്തെ കുറിച്ച് ഇമ്പോർട്ടന്റ് ആണ്. സ്പീക്കറുടെ വോട്ടവകാശത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ്? 100ആണ്. ആർട്ടിക്കിൾ 101 പ്രകാരം ഒരു പാർലമെന്റ് അംഗം എത്ര ദിവസം ഹാജരായില്ലെങ്കിൽ അവരുടെ സീറ്റ് ഒഴിഞ്ഞു കിടക്കുന്നതായി പ്രഖ്യാപിക്കുന്നുണ്ട്. ഒരു പാർലമെന്റ് അംഗം എത്ര ദിവസം ഹാജരായില്ലെങ്കിൽ അവരുടെ സീറ്റ് ഒഴിഞ്ഞു കിടക്കുന്നതായിട്ട് പ്രഖ്യാപിക്കാം. എത്ര ദിവസമാണ്? ഓപ്ഷൻ ബി ആണ്, 60 ദിവസമാണ് കേട്ടോ. 60 ദിവസം ഹാജരായില്ലെങ്കിൽ അവരുടെ സീറ്റ് ഒഴിഞ്ഞു കിടക്കുന്നതായിട്ട് പ്രഖ്യാപിക്കാം. 101 പ്രകാരമാണ്. ഇനി 101ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം, ഇത് ഭേദഗതിയാണ് പറയുന്നത്. 101ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം ചേർത്ത ഏത് ആർട്ടിക്കിളിന് കീഴിലാണ് GST കൗൺസിൽ രൂപീകരിച്ചത്? GST കൗൺസിൽ രൂപീകരിച്ചത് ഏത് ആർട്ടിക്കിളിന് കീഴിലാണെന്നാണ് കേട്ടോ.
ഓപ്ഷൻ സി ആണ് ആർട്ടിക്കിൾ 279A 279A പ്രകാരമാണ്. അടുത്തത് 57ാമത്തെ ക്വസ്റ്റ്യൻ. ഏത് ആർട്ടിക്കിളിന് കീഴിലാണ് ഇന്ത്യൻ രാഷ്ട്രപതിക്ക് പാർലമെന്റിന്റെ ഏതെങ്കിലും സഭയെയോ ഇരുസഭകളെയോ അഭിസംബോധന ചെയ്യാൻ കഴിയുക? ഏത് ആർട്ടിക്കിളിലാണ് ഇത് പറഞ്ഞിട്ടുള്ളത്? രാഷ്ട്രപതിക്ക് പാർലമെന്റിന്റെ ഏതെങ്കിലും ഒരു സഭയെയോ അല്ലെ ഇരുസഭകളെയോ അഭിസംബോധന ചെയ്യാൻ കഴിയുന്നത് ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ്? ഓപ്ഷൻ ബി ആർട്ടിക്കിൾ 86 ആണ് കേട്ടോ. ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. അടിയന്തരാവസ്ഥ കാലത്ത് വെട്ടിക്കുറച്ച മൗലികാവകാശങ്ങളുടെ ജുഡീഷ്യൽ അവലോകനത്തിന്റെ അധികാരം പുനഃസ്ഥാപിച്ചത് താഴെ പറയുന്ന ഏത് ഭരണഘടനാ ഭേദഗതിയാണ്? അടിയന്തരാവസ്ഥ കാലത്ത് വെട്ടിക്കുറച്ച മൗലികാവകാശങ്ങളുടെ ജുഡീഷ്യൽ അവലോകനത്തിന്റെ അധികാരം പുനഃസ്ഥാപിച്ചത് താഴെ പറയുന്ന ഏത് ഭരണഘടനാ ഭേദഗതിയാണ് എന്നാണ് കേട്ടോ. ഏതാണ്? ഓപ്ഷൻ എ ആണ്. 44ാം ഭേദഗതിയിലാണ് പറയുന്നത്. ആർട്ടിക്കിൾ 106 പ്രകാരം പാർലമെന്റ് അംഗങ്ങളുടെ ശമ്പളം നിർണ്ണയിക്കാനുള്ള അധികാരം ആർക്കാണ് കേട്ടോ? ശമ്പളം നിർണ്ണയിക്കാനുള്ള അധികാരം ആർക്കാണ്? ആർട്ടിക്കിൾ 106 പ്രകാരം ആർക്കാണ് ശമ്പളം നിർണ്ണയിക്കാനുള്ള അധികാരം? ആർക്കാണ്? ഓപ്ഷൻ സി ആണ്. നിയമപ്രകാരം പാർലമെന്റ് ആണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ. 105ാം ഭരണഘടനാ ഭേദഗതി ഇവയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. 105ാം ഭരണഘടനാ ഭേദഗതി ഏതുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ഓപ്ഷൻ സി ഒബിസികളെ തിരിച്ചറിയാനുള്ള സംസ്ഥാനങ്ങളുടെ അധികാരം പുനഃസ്ഥാപിക്കലാണ്. അടുത്ത 61ാമത്തെ ക്വസ്റ്റ്യൻ. 2000-ലെ ഇൻഫർമേഷൻ ടെക്നോളജി ആക്ടിലെ വ്യവസ്ഥകൾ പ്രകാരം സെൻസിറ്റീവായ വ്യക്തിഗത ഡാറ്റയോ വിവരങ്ങളോ കേന്ദ്ര സർക്കാർ താഴെ പറയുന്നവയിൽ ഏതെങ്കിലും ഒന്നുമായി കൂടിയാലോചിച്ച് നിർദ്ദേശിക്കേണ്ടതാണ്. അപ്പോ ഏതാണ് ആൻസർ ആയിട്ട് വരുന്നത്? ഓപ്ഷൻ എ ആണ്. ഉചിതമെന്ന് കരുതുന്ന പ്രൊഫഷണൽ സ്ഥാപനങ്ങളോ അസോസിയേഷനുകളോ. 2000-ലെ ഇൻഫർമേഷൻ ടെക്നോളജി ആക്ടിലെ വ്യവസ്ഥകൾ പ്രകാരം ലിസ്റ്റ് 1-നെ ലിസ്റ്റ് 2-മായി പൊരുത്തപ്പെടുത്തുക എന്നാണ് കേട്ടോ. ഓക്കെ, ഇതിൽ ഏതാണ് ശരിയായിട്ടുള്ള ഓർഡർ? ഏതാണ്? ഓപ്ഷൻ എ ആണ് കേട്ടോ. നോക്കാം. സെക്ഷൻ 66C. സെക്ഷൻ 66C ഏതാണ്? മോഷണം തിരിച്ചറിയുക കേട്ടോ. സെക്ഷൻ 66Dയോ? സെക്ഷൻ 66D ആൾമാറാട്ടം വഴിയുള്ള വഞ്ചന. അടുത്തത് സെക്ഷൻ 66E ഇതാണ് സ്വകാര്യതയുടെ ലംഘനം. സെക്ഷൻ 66Fോ? 66F സൈബർ ഭീകരതയെ പറ്റിയാണ് കേട്ടോ. 2000-ലെ ഇൻഫർമേഷൻ ടെക്നോളജി ആക്ടിലെ വ്യവസ്ഥകൾ പ്രകാരം ഐഡന്റിറ്റി മോഷണത്തിനുള്ള ശിക്ഷ ഇവയാണ്. ഐഡന്റിറ്റി മോഷണത്തിനുള്ള ശിക്ഷ എന്താണ് ശിക്ഷ? ഓപ്ഷൻ ബി ആണ്. 3 വർഷം വരെ തടവും 1 ലക്ഷം രൂപ വരെ പിഴയും ആണ് കേട്ടോ. ഇന്ത്യൻ സർക്കാരിന്റെ ഔദ്യോഗിക ഡിജിറ്റൽ കറൻസിയുടെ പേരെന്താണ്? ഇന്ത്യൻ സർക്കാരിന്റെ ഔദ്യോഗിക ഡിജിറ്റൽ കറൻസിയുടെ പേരെന്താണ്? എന്താണ് പേര്? ഓപ്ഷൻ സി ഡിജിറ്റൽ റുപ്പിയാണ്. 2000-ലെ ഇൻഫർമേഷൻ ടെക്നോളജി ആക്ടിലെ ഏത് ഷെഡ്യൂളിലാണ് ഇലക്ട്രോണിക് ഒപ്പുകൾക്കുള്ള ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യകൾ വ്യക്തമാക്കുന്നത്? 2000-ലെ ഇൻഫർമേഷൻ ടെക്നോളജി ആക്ടിലെ ഏത് ഷെഡ്യൂളിലാണ് ഇലക്ട്രോണിക് ഒപ്പുകൾക്കുള്ള ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യകൾ വ്യക്തമാക്കുന്നത്? ഏത് വകുപ്പിലാണ്? ഓപ്ഷൻ ബി ആണ്. 2-ാം ഷെഡ്യൂളിലാണ് കേട്ടോ. ഒരു മൊബൈൽ വരിക്കാരനെ തിരിച്ചറിയാൻ ഉപയോഗിക്കുന്ന IMSI നമ്പറിൽ എത്ര അക്കങ്ങളുണ്ട്? IMSI നമ്പറിൽ എത്ര അക്കങ്ങളാണുള്ളത് എന്നാണ് കേട്ടോ. എത്ര അക്കങ്ങളാണ്? ഓപ്ഷൻ സി 15 അക്കങ്ങൾ ഉണ്ടാവും. ഇന്റർനെറ്റ് മൊബൈൽ സാങ്കേതിക വിദ്യയുടെ പശ്ചാത്തലത്തിൽ GPS എന്ന ചുരുക്കെഴുത്ത് എന്തിനെ സൂചിപ്പിക്കുന്നു? GPS-ന്റെ ഫുൾ ഫോം ആണ് കേട്ടോ ചോദിച്ചത്. എന്താണ് GPS-ന്റെ ഫുൾ ഫോം? എന്താണ്? ഓപ്ഷൻ എ ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം ആണ്. താഴെ പറയുന്നതിൽ ഡിനയൽ ഓഫ് സർവീസ് അറ്റാക്ക് ഒരു വകഭേദം ആണ്. വകഭേദം ഏതാണ് കേട്ടോ? താഴെ പറയുന്നത് ഡിനയൽ ഓഫ് സർവീസ് അറ്റാക്സ് ഒരു വകഭേദം ഏതാണ്? ഓപ്ഷൻ എ ആണ്. DDoS ആണ്. അടുത്ത ക്വസ്റ്റ്യൻ. 69ാമത്തെ ക്വസ്റ്റ്യൻ. കമ്പ്യൂട്ടർ സോഴ്സ് കോഡിൽ കൃത്രിമം കാണിക്കുന്നതിനെ കുറിച്ച് വകുപ്പ് കൈകാര്യം ചെയ്യുന്ന 2000-ലെ ഇൻഫർമേഷൻ ടെക്നോളജി ആക്ടിലെ വകുപ്പ് ഏതാണ്? ആൻസർ ആയിരുന്നത്? ഓപ്ഷൻ ഡി സെക്ഷൻ 65 കേട്ടോ. താഴെ പറയുന്ന കേസുകളിൽ ബഹുമാനപ്പെട്ട കർണാടക കോടതി ATM സ്വന്തമായ ഒരു കമ്പ്യൂട്ടർ അല്ലെന്നും ATMകൾ ഉപയോഗിക്കുന്ന വ്യക്തി ആവശ്യപ്പെടുന്ന ജോലികൾ നിർവഹിക്കുന്ന ഒരു കമ്പ്യൂട്ടറുമായി ഇത് ബന്ധിപ്പിച്ചിട്ടുണ്ടെന്നും നിരീക്ഷിച്ചു. ഓക്കെ, ഏത് കേസുകളിലാണ് എന്നാണ് ചോദിച്ചത് കേട്ടോ. ഏത് കേസുകളിലാണ് ഇങ്ങനെ കോടതി നിരീക്ഷിച്ചത്? അതായത് ഓപ്ഷൻ എ ആണ്. ഡൈബോൾഡ് സിസ്റ്റം പ്രൈവറ്റ് ലിമിറ്റഡും വാണിജ്യ നികുതി കമ്മീഷണറും തമ്മിലുള്ള കേസായിരുന്നു കേട്ടോ.
ഏത് നവഫ്രോയിഡിയനാണ് സാമൂഹിക ഘടകങ്ങൾക്ക് പ്രാധാന്യം നൽകുകയും ലൈംഗിക പ്രേരണകളിലുള്ള ഫ്രോയിഡിന്റെ ശ്രദ്ധ കുറയ്ക്കുകയും ചെയ്തത് എന്നാണ് കേട്ടോ. ഏത് ഫ്രോയിഡിയനാണ് എന്ത് സാമൂഹിക ഘടകങ്ങൾക്ക് പ്രാധാന്യം നൽകുകയും ലൈംഗിക പ്രേരണകളിലുള്ള ഫ്രോയിഡിന്റെ ശ്രദ്ധ കുറയ്ക്കുകയും ചെയ്തത്? ഏതാണ്? ഓപ്ഷൻ സി ആണ്, അതായത് ആൽഫ്രഡ് അഡ്ലർ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഗസ്റ്റാൾട്ട് മനഃശാസ്ത്രജ്ഞർ പൈ പ്രതിഭാസത്തെ പഠിച്ചുകൊണ്ട് ഇത് വിശദീകരിക്കുന്നു. ഓക്കെ, എന്താണ് വിശദീകരിക്കുന്നത്? എന്താണ്? ഓപ്ഷൻ സി, അതായത് ചലനം സംഭവിക്കാത്തപ്പോൾ നമ്മൾ ചലനം മനസ്സിലാക്കുന്നു എന്നുള്ളതാണ്. പ്രകടനം കുറയുമ്പോൾ ടാസ്ക് സ്വിച്ചിങ് ചെലവുകൾ സംഭവിക്കുന്നു. കാരണം എന്താണ്? ജോലികൾക്കിടെ ശ്രദ്ധ മാറ്റലാണ്. പ്രോസസ്സിംഗ് സിദ്ധാന്തത്തിന്റെ തലങ്ങൾ വാദിക്കുന്നത് മെമ്മറി നിലനിർത്താൻ ഇവയെ ആശ്രയിച്ചിരിക്കുന്നു. പ്രോസസ്സിംഗ് സിദ്ധാന്തത്തിന്റെ തലങ്ങൾ വാദിക്കുന്നത് മെമ്മറി നിലനിർത്തൽ ഇവയെ ആശ്രയിച്ചിരിക്കുന്നു. എന്തിനെ ആശ്രയിച്ചിരിക്കുന്നു? എന്താണ്? വിവരങ്ങൾ പ്രോസസ് ചെയ്യുന്നതിന്റെ ആയത്തെ ട്ടോ. ഫ്ലിൻ പ്രഭാവം എന്താണ്? എന്താണ് ഫ്ലിൻ പ്രഭാവം? ഫ്ലിൻ പ്രഭാവം എന്താണെന്നാണ് ട്ടോ. എന്താണ് ആൻസർ ആയിട്ട് വരുന്നത്? ഓപ്ഷൻ എ ആണ് ട്ടോ. അത് കാലക്രമേണ ശരാശരി IQ സ്കോറുകളിൽ കാണപ്പെടുന്ന വർധനവാണ്. അടുത്തത്, ഒരു സാമൂഹിക പരിപാടിയിൽ ഒരു വ്യക്തി അറിയാതെ തന്നെ മറ്റുള്ളവരുടെ പുഞ്ചിരിയും ചിരിയും പ്രതിഫലിപ്പിക്കുന്നു. ഇത് പങ്കിട്ട പോസിറ്റീവ് വികാരങ്ങളിലേക്ക് നയിക്കുന്നു. ഇതിനൊരു ഉദാഹരണമാണ് എന്ത് എന്നാണ് കേട്ടോ. എന്താണ് ഉദാഹരണം? വൈകാരിക പകർച്ചവ്യാധി. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു വ്യക്തിക്ക് തീവ്രമായ ഭയവും പറക്കൽ ഒഴിവാക്കലും അനുഭവപ്പെടുന്നു. ഇത് അവരുടെ യാത്ര ആവശ്യമായ ജോലിയെ തടസ്സപ്പെടുത്തുന്നു. അവരുടെ തെറാപ്പിസ്റ്റ് അവരെ സഹായിക്കാൻ സിസ്റ്റമാറ്റിക് ഡിസെൻസിറ്റൈസേഷൻ ഉപയോഗിക്കുന്നു. ഈ ചികിത്സ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നാണ് കേട്ടോ. എങ്ങനെയാണ് ഈ ഒരു സിസ്റ്റമാറ്റിക് ഡിസെൻസിറ്റൈസേഷൻ എന്നുള്ള ഈ ഒരു ചികിത്സ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നാണ്. ഓപ്ഷൻ ബി, വിശ്രമ വിദ്യകൾ പഠിപ്പിക്കുമ്പോൾ പറക്കലുമായി ബന്ധപ്പെട്ട ഉത്തേജനങ്ങൾക്ക് വ്യക്തിയെ ക്രമേണ വിധേയമാക്കുന്നതിലൂടെ. അടുത്തത്, ഒരു പ്രത്യേക പശ്ചാത്തലത്തിലുള്ള വിദ്യാർത്ഥികൾ മോശം പ്രകടനം കാഴ്ചവെക്കുമെന്ന് ഒരു അധ്യാപകൻ അനുമാനിക്കുകയും തൽഫലമായി അവർക്ക് കുറഞ്ഞ ശ്രദ്ധ നൽകുകയും ചെയ്യുന്നു. ഇത് മോശം പ്രകടനത്തിലേക്ക് നയിക്കുന്നു. ഇതിന് ഒരു ഉദാഹരണം എന്താണെന്നാണ് കേട്ടോ. സ്വയം നിറവേറ്റുന്ന പ്രവചനം. അടുത്തത്, മധ്യവയസ്സിൽ മറ്റുള്ളവർക്ക് സംഭാവന നൽകാതെ വ്യക്തിപരമായ വിജയത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന വ്യക്തിക്ക് ഇവ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. എന്താണ്? ഓപ്ഷൻ എ, സ്തംഭനാവസ്ഥ. പാരമ്പര്യാനന്തര തലത്തിൽ ധാർമ്മിക ന്യായവാദം പ്രചോദിപ്പിക്കുന്നത് ഇവയാണ്. എന്ത്? ശരി, അടിസ്ഥാന മൂല്യങ്ങളും സാർവത്രിക തത്വങ്ങളും. അടുത്ത ക്വസ്റ്റ്യൻ, 81ാമത്തെ ക്വസ്റ്റ്യൻ ഇംഗ്ലീഷിൽ നിന്ന് അടുത്ത 10 ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷിൽ നിന്ന് വരുന്നതാണ് കേട്ടോ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ നെയിം ഓഫ് ദ പാർട്ട് ഓഫ് സ്പീച്ച് ഗിവൺ ഇൻ ബോൾഡ് ഇൻ ദ ഗിവൺ സെന്റൻസ് ഫ്രം ദ ഫോളോയിങ് ഓപ്ഷൻ. ഇവിടെ നെവർ എന്ന് പറഞ്ഞത് എന്താണെന്നാണ് ചോദിച്ചത് കേട്ടോ. ഓപ്ഷൻ ബി, അഡ്വേർബ് ആണ്. അടുത്തത്, കറക്റ്റ് ദ ഗിവൺ സെന്റൻസ് ബൈ ചൂസിങ് ദ സ്യൂട്ടബിൾ വെർബ് ഫ്രം ദ ഫോളോയിങ് ഓപ്ഷൻ. സ്യൂട്ടബിൾ ആയിട്ടുള്ള വെർബ് യൂസ് ചെയ്ത് ഞാൻ ഈ ഒരു സെന്റൻസിനെ കറക്റ്റ് ചെയ്യാനാണ്. ദ ഗേൾസ് ആൻഡ് ബോയ്സ് ഓഫ് ക്ലാസ് 5 ഹു ഹാവ് രജിസ്റ്റേർഡ് ഫോർ ദ സ്റ്റഡി ടു ഹാവ് റിക്വസ്റ്റിംഗ് ഫോർ ലീവ് സിൻസ് യെസ്റ്റർഡേ എന്നാണ്. ഇവിടെ ഹാവ് റിക്വസ്റ്റിംഗ് ആണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ എന്താണ് ഇവിടെ കറക്ഷൻ വേണ്ടത്? അതായത് ഹാവ് ബീൻ റിക്വസ്റ്റിംഗ് എന്ന് വേണം കേട്ടോ. അത് ഐഡന്റിഫൈ കമ്പൗണ്ട് കോംപ്ലക്സ് സെന്റൻസ് ഫ്രം ദ ഫോളോയിങ്. ഇവിടെ കമ്പൗണ്ട് കോംപ്ലക്സ് സെന്റൻസിൽ നിന്ന് ഐഡന്റിഫൈ ചെയ്യാനാണ് കേട്ടോ. ഓപ്ഷൻ ഡി ആണ് വരുന്നത്. മൈ ഫ്രണ്ട് ഹൂ വാസ് ഇൻ ദുബായ് കെയിം യെസ്റ്റർഡേ ആൻഡ് ഗേവ് മീ സം ഗിഫ്റ്റ് എന്നുള്ള രണ്ട് സെന്റൻസുകൾ കമ്പൈൻ ചെയ്തിട്ടുള്ളത് അല്ലെ. ചൂസ് ദ കറക്റ്റ് സെന്റൻസ്. അടുത്തത്, ചൂസ് ദ കറക്റ്റ് സെന്റൻസ് ഫ്രം ദ ഫോളോയിങ്. ഇവിടുന്ന് കറക്റ്റ് സെന്റൻസ് ചൂസ് ചെയ്യാനാണ് കേട്ടോ. ശരിയാണ്. ഇഫ് യു ഹാവ് കം ഐ വുഡ് ഹാവ് ജോയിൻ എന്നാണ് കറക്റ്റ്. അടുത്ത, fill in the blank by using the correct preposition from the option. He fought dash his life the whole day എന്നാണ് കേട്ടോ. ഇവിടുന്ന് പ്രപ്പോസിഷൻ, കറക്റ്റ് പ്രപ്പോസിഷന് തിരഞ്ഞെടുക്കാനാണ്. ഇവിടെ ഫോർ ആണ് വരുന്നത് കേട്ടോ. He fought for his life the whole day. 86ാമത്തെ ക്വസ്റ്റ്യൻ, യൂസ് അപ്രോപ്രിയേറ്റ് കളക്റ്റീവ് നൗൺ ഫ്രം ദ ഓപ്ഷൻ ടു കംപ്ലീറ്റ് ഗിവൺ സെന്റൻസ്. ഓക്കെ, അപ്രോപ്രിയേറ്റ് കളക്റ്റീവ് നൗണിൽ നിന്ന് സെലക്ട് ചെയ്യാനാണ്. ഷീ ഫൗണ്ട് ഡാഷ് ഓഫ് ആരോ ഇൻസൈഡ് ദ ക്യാബിൻ. ഓക്കെ, ഇതിൽ ഏതാണ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള കളക്റ്റീവ് നൗൺ? ഏതാണ് ഇവിടെ ആവശ്യമുള്ളത്? ഓപ്ഷൻ ഡി, എന്താണ്? ക്യൂർ ആണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, 87ാമത്തെ ക്വസ്റ്റ്യൻ, ഹൗ മെനി വേർഡ്സ് ഗിവൺ ബിലോ ആർ കമ്പൗണ്ട് വേർഡ്സ്?
ഇവിടെ ഐസ്ക്രീം, സെയിൽ ബോട്ട്, റെയിൻഫാൾ, ബാക്ക്യാർഡ്, ഫുട്ബോൾ, ബട്ടർഫ്ലൈ ഒക്കെ കൊടുത്തിട്ടുണ്ട്. ശരിക്കും ഇതിന്റെ പ്രൊവിഷണൽ ആൻസർക്ക് ഇതിന്റെ ആൻസർ ആയിട്ട് ഓൾ ആയിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇവിടെ ഒരു റെയിൻഫാളിൽ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. കാരണം ഇവിടെ എന്താണ് സ്പേസിന്റെ ആവശ്യമില്ല. അതുകൊണ്ടായിരിക്കും ഫൈനൽ ആൻസർക്ക് വന്നപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്യാൻ ചെയ്തത് കേട്ടോ. ഈ എല്ലാ വേർഡ്സും എന്താണ് കമ്പൗണ്ട് വേർഡ്സ് ആണ്. പക്ഷെ ഇവിടെ എന്താണ് സ്പേസിന്റെ ആവശ്യമില്ല. ഈ ഒരു മിസ്റ്റേക്ക് കൊണ്ടായിരിക്കും ഈ ഒരു ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്യാൻ ചെയ്തത്. ഓക്കെ. എൺപത്തി ക്വസ്റ്റ്യൻ ദ സ്ട്രൈക്ക് വാസ് ഡാഷ് ഫൈൻഡ് ദ അപ്രോപ്രിയേറ്റ് ഫ്രേസൽ ഫ്രം ദ ഫോളോയിങ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്. ഇവിടുന്ന് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഫ്രേസൽ വെർബ് തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞത് കേട്ടോ. ഇവിടെ എന്താ പറയുന്നത് കോൾഡ് ഓഫ് എന്നാണ് കേട്ടോ. ദ സ്ട്രൈക്ക് വാസ് കോൾഡ് ഓഫ് എന്നാണ്. 89 ഷീ ഹാഡ് ടു ബൈറ്റ് ദ ബുള്ളറ്റ് ഡ്യൂറിങ് ഹെർ ട്രെയിനിങ് പീരീഡ്. ഹിയർ ദ ഇഡിയം ഇൻ ബോൾഡ് മീൻസ് ബൈറ്റ് ദ ബുള്ളറ്റ് എന്നുള്ള ഇഡിയംസിന്റെ മീനിങ് എന്താണെന്നാണ് കേട്ടോ. ഇതാണ് അൺപ്ലസന്റ് സിറ്റുവേഷൻ എന്നാണ്. ഫൈൻഡ് ഔട്ട് ദ കറക്റ്റ്ലി സ്പെൽഡ് വേർഡ് ഫ്രം ദ ഫോളോയിങ്. കറക്റ്റ് ആയിട്ടുള്ള സ്പെല്ലിംഗ് ഉള്ള വേർഡ് ഫൈൻഡ് ചെയ്യാനാണ്. എന്താണ് ഓപ്ഷൻ സി ആണ് അക്വൈൻറ്റൻസ്. ഇനി അടുത്ത 10 ക്വസ്റ്റ്യൻസ് മലയാളത്തിൽ വരുന്നതാണ് കേട്ടോ. ചുവടെ തന്നിരിക്കുന്നതിൽ ശരിയായ പദം ഏത്? ഏതാണ് ശരിയായിട്ടുള്ള പദം എന്നാണ്. ഏതാണ്? സി ആണ് വിമ്മിട്ടം. അടുത്ത അറിഞ്ഞുകൊണ്ട് തെറ്റു ചെയ്യുക എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന ശൈലി. അറിഞ്ഞുകൊണ്ട് തെറ്റു ചെയ്യുക എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന ശൈലി ഏതാണെന്നാണ് കേട്ടോ. ഇലയിട്ട് ചവിട്ടുക. അടുത്തത് മഹത് അധികം ചരിതം എന്നത് ശരിയായി ചേർത്ത് എഴുതുന്നത് എങ്ങനെയാണ്? മഹത് അധികം ചരിതം എങ്ങനെയാണ് ചേർത്ത് എഴുതിയാൽ എങ്ങനെ ഉണ്ടാവുക? ഇതാണ് ഓപ്ഷൻ സി ആണ് കേട്ടോ. ഏതാണ്? ഓപ്ഷൻ സി ആണ് മഹത് ചരിതം. വണ്ട് എന്ന അർത്ഥം വരാത്ത പദം ഏതെന്നാണ്? അർത്ഥം വരാത്ത പദമാണ് ചോദിച്ചത്. ഓപ്ഷൻ ആണ് പിപ്പീലിക് ആണ്. ബാക്കി ഭ്രമരം, ഭ്രംഗം, അളി ഒക്കെ വണ്ട് എന്ന അർത്ഥം വരുന്ന വണ്ടിന്റെ പര്യായ പദങ്ങളാണ്. അടുത്ത ക്വസ്റ്റ്യൻ ചുവടെ ചേർത്തിരിക്കുന്നതിൽ ശരിയായ വാക്യം ഏതെന്നാണ് കേട്ടോ. ഇതിൽ ശരിയായ വാക്യമാണ് ഓപ്ഷൻ സി. വായനാ ദിനത്തിൽ വിദ്യാർത്ഥികൾക്കായി സാഹിത്യ മത്സരങ്ങൾ നടത്താറുണ്ട് എന്നുള്ളതാണ്. അടുത്തത് ഗർഹണീയം എന്നതിന്റെ ശരിയായ വിപരീത പദം ഏത്? ഗർഹണീയം എന്നതിന്റെ ശരിയായ വിപരീത പദം ഏതാണെന്നാണ് കേട്ടോ. ഏതാണ്? ഓപ്ഷൻ ബി ആണ്. എന്താണ്? സുപ്രഹണീയം. അത് ചുവടെ ചേർത്തിരിക്കുന്നതിൽ ബഹുത്വത്തെ സൂചിപ്പിക്കുന്ന പദം ഏത്? ബഹുത്വത്തെ സൂചിപ്പിക്കുന്ന പദം ഇതിലേതെന്നാണ് കേട്ടോ. ഓപ്ഷൻ സി നമ്മളാണ്. അതായത് കൊലയാനയുള്ളപ്പോൾ കുയ്യാന മതിക്കുക എന്ന പഴഞ്ചൊല്ലിന്റെ ആശയം ഏതെന്നാണ് കേട്ടോ. ആശയം എന്തെന്നാണ്. ഓക്കെ. എന്താണ്? ഓപ്ഷൻ ഡി ശക്തരുള്ളപ്പോൾ ദുർബലൻ അഹങ്കരിക്കുക എന്നുള്ളതാണ്. അടുത്തത് ദിങ്മുഖം എന്ന പദം പിരിച്ചെഴുതുന്നത് എങ്ങനെ? ദിങ്മുഖം എന്ന പദം പിരിച്ചെഴുതിയാൽ എങ്ങനെ ഉണ്ടാവുക? ദിക്ക് അധികം മുഖാണ്. അടുത്ത 100ാമത്തത് ബ്രെവിറ്റി എന്ന പദത്തിന്റെ ശരിയായ മലയാള അർത്ഥം എന്താണ്? ബ്രെവിറ്റി എന്ന പദത്തിന്റെ ശരിയായ മലയാള അർത്ഥം എന്താണ്? സംക്ഷിപ്തത. ഓക്കെ. അപ്പൊ ഇത്രയായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള ക്വസ്റ്റ്യൻസ്. കുറെ സിലബസിൽ നിന്ന് വന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിലും അല്ലാതെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നന്നായിട്ടൊന്ന് നോക്കട്ടോ. ഓക്കെ. ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും കമന്റ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു.